ഓർഗനൈസ് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഈ പ്രാവശ്യം അവാർഡിന് അർഹരായിട്ടുള്ളവർ പറയുന്നത് ശ്രീ ജനാർദ്ദൻ തിരുവല്ല, ശ്രീ സുകന്യ കേശവൻ, ശ്രീ ശിവഗുരു, ശ്രീ ഹേമലത എന്നീ 4 വ്യക്തികളുണ്ട്. ഇവരെ ഞങ്ങൾ ഈ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നത് സാങ്കേതികത്തിന്റെ പേരിൽ നമ്മുടെ അതുമായി എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം പറയുന്നത് തുടങ്ങി അച്ഛനെ വേണുനാഥ് ഉൾപ്പെടെയുള്ളവർ നമ്മൾ വയനാട്ടിൽ ആഗ്രഹിച്ചാണ് തമിഴ്നാട്. ഈ തമിഴ്നാട് ഇപ്പോഴും നമ്മൾ നല്ല സജീവമായിട്ട് നമ്മൾ നിലനിൽക്കുന്നുള്ളൂ. തമിഴ്നാട്ടിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള എല്ലാ മെമ്പർമാരും തമിഴ്നാട് അടുത്ത നമ്മുടെ ഈ കുടുംബസംഗമത്തില് നമ്മളെ വീട്ടിലുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാർ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ അവാർഡെന്ന് പറയാം, അവരെ ഇൻസെന്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹനം, അവരെ അംഗീകരിക്കൽ. ഞങ്ങളായിട്ട് 5 പേരിലുള്ള പുറപ്പെടാൻ റെഡിയായിട്ടുണ്ടെന്നാണ് ഞാൻ ആദ്യത്തെ പറയുന്നു. സോറി എല്ലാം ചെയ്യും, സോറി വരാൻ കഴിയില്ല. ഓക്കെ, ശ്രീമതി സരിത അശോക് റെഡ്ഡി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഉയർന്ന മാർക്കുകൾ വാങ്ങി പാസ്സായ കുട്ടികൾക്ക് വിശിഷ്ട അതിഥി അവാർഡുകൾ നൽകി അനുവദിച്ചു. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്നും മറന്നുകൂടാൻ. അദ്ദേഹത്തിന്റെ കാലത്ത് മാത്രമല്ല, ഇനി എത്ര കാലം കഴിഞ്ഞാലും റെഡിയാർ അസോസിയേഷൻ ഉള്ള കാലം വരെയും ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മഹത്വം നമ്മളെല്ലാം എല്ലാ വർഷവും നമ്മളുടെ അസോസിയേഷനുള്ള ഓരോ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത വ്യക്തിയാണ്. എപ്പോൾ നോക്കിയാലും മുഖത്തൊരു പുഞ്ചിരി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹത്തിന്റെ ഒരു സ്വീറ്റ് നമ്മൾ കഴിച്ചിട്ടേ പോകുള്ളൂ. നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹം സ്വീറ്റ് വേറെ ആരുമല്ല, നമ്മുടെ ആര്യ 17ഓളം ഹോട്ടൽ ചെയിനിലെ ഓണറായ നമ്മുടെ ജനാർദ്ദൻ രാമൂർത്തി അംഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് വിന്നർ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ജനാർദ്ദൻ രാമൂർത്തി was born on 1963 in Chintamani. He is the son of Ramamurthy Rediyar and Chintamal. He is a B.Com scholar. He began his career in business in 1984. In 1989, he co-founded the Arias Group of Hotels, which has since grown to include multiple branches across Kerala. He is an active and executive member of the Rediyar Association and serves as Vice President of the Tiruvalla Merchant Association. He is also a member of the Tiruvalla Rotary Club and has served as its president in a previous year. Additionally, he is a member of AHRI, the Red Cross Society and the MG Soman Foundation. He is married to Kala Janardhanan. They have 2 children. Their daughter Sharanya Janardhanan works at Cognizant Technology Solutions in
Bangalore. He is married and blessed with 2 children. Their son, Raman Janardhan, has completed his master's degree. வணக்கம். இந்த நேரத்தில் ஒரு 2 வார்த்தை சொல்றதுக்கு ஒரு அனுமதி வேணும். பிரசிடென்ட் சிவகுமார் அவர்கள் எப்பவுமே சொல்லுவாங்க, எனக்கு என்னை கொஞ்சம் ஃப்ரீயாக இருக்குங்க, வேற யாராவது பிரசிடென்ட் சாதிக்குவாங்க. ஆர்ஏசி சங்கராச்சாரியோட ரிட்டையர் அரசு நிரந்தர பிரசிடென்ட் சிவகுமார் அவர்கள் தான். அது நாங்கள்லாம் சொல்றது இடையில பிரேக் எடுக்கும்போது நாங்கள் யாராவது மீட்டிங் கண்டக்ட் பண்ணிடுவோம். நீங்கள் தான் நடந்துட்டு அதில் ஒரு மாற்றமும் கிடையாது. இந்த இதில் எனக்கு இந்த அச்சீவ்மெண்ட் அவார்டு கொடுத்ததுக்கு நம்ம ரிட்டையர் சொல்றது நம்ம குடும்பத்திலேருந்து கிடைச்சதா நினைச்சு நான் சந்தோஷப்பூர்வமாக ஏற்றுக்கிறேன். நன்றி. ജേതാവിനെ പരിചയപ്പെടുത്തുവാനായി ശ്രീ സുരേഷ് കുമാർ റെഡ്ഡി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുകന്യ കേശവ വിദ്യാർത്ഥി ഗീതാ കേശവന്റെ മകളാണ് സുകന്യ. സുകന്യ ടാക്സ് പ്രാക്ടീസിന് പോയത് നമ്മളായിട്ട് എത്ര പേർ പ്രചോദനമുണ്ടോ, എനിക്ക് ഭയങ്കര പ്രചോദനമാണ്. ഞാനത് സുകന്യയോട് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു ടാക്സ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായ ഒരു പണിയല്ല. പക്ഷെ അതിന് ഒത്തിരി ഫ്രീഡമാണ്. നമുക്ക് സ്വന്തം ഓഫീസിൽ താഴ്ത്തി നമുക്ക് വീട്ടിൽ നിന്നാലും വർക്ക് ചെയ്യാം. നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് ടൈം കൂടുതൽ കിട്ടും. വർക്കിന് സമയം കിട്ടും. നമ്മുടെ ഫാമിലിയായിട്ട് നോക്കാൻ എല്ലാത്തിനും സമയം കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്. നമ്മുടെ ആൾക്കാരിൽ പലർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സുകന്യ അവരെയും കൂടെ ആയിരിക്കും ഗൈഡൻസ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഞാൻ പലപ്പോഴായിട്ട് സുകന്യയുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു പ്രൊഫഷനാണ് ഈ ടാക്സ് പ്രാക്ടീസ്. അത് തന്നെ സുകന്യ സെലക്ട് ചെയ്യും. കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് സുകന്യ ഒരു ഓഡിറ്റിംഗ് ഓഫീസിൽ വർക്ക് ചെയ്യും. അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് 15 വർഷമായിട്ട് സ്വന്തമായിട്ട് ഓഫീസ് നടത്തുകയാണ്. നല്ല രീതിയിൽ ഓഫീസ് നടത്തുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന സുകന്യയെ അപ്പുറത്തായിട്ട് സുകന്യ ഭയങ്കര ഒരു ട്രാവലറാണ്. അതായത് നിന്ന തെറ്റിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകും. കാരണം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലൊക്കെ പോകും. അങ്ങനെ മെയിനായിട്ട് തന്നെ ഹിമാലയൻ ട്രിപ്പ് പോകുന്നതാണ് ഈ സുകന്യയുടെ ഒരു വീക്ക്നെസ്. ഏഴോളം ഹിമാലയൻ ട്രിപ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഹിമാലയൻ ട്രിപ്പ് മണാലി ടു പൈസപ്പാലി ട്രിപ്പ് കൂടെ 2021 പിന്നെ നടത്തിയിട്ടുണ്ട്. അതായത് യാത്രകളെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന, എന്നാൽ ഈ ജീവിതത്തിൽ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം, എല്ലാ സ്ഥലങ്ങളും കണ്ടിരിക്കണം എന്നൊക്കെയുള്ള യാത്രകളെ കുറിച്ച് സ്നേഹിക്കുകയും അതേസമയം ജോലിയുടെ കാര്യത്തിൽ പ്രൊഫഷണലോട് വളരെയേറെ
അദ്ദേഹം ഈ ചാനലിലൂടെ TVS സ്പീഡ് റോയൽ എൻഫീൽഡ് തുടങ്ങിയ ബ്രാൻഡുകളുമായി ചേർന്ന് ഓട്ടോമാറ്റിക് കണ്ടെയ്നറുകളും പ്രൊമോഷൻ വീഡിയോകളും നിർമ്മിച്ച് അവതരിപ്പിക്കുന്നു. 2025 ഓട്ടോമോട്ടീവ്സ് എന്ന പേരിൽ ഈ ഒരു ഷോപ്പ് ആരംഭിച്ച മോട്ടോർ സൈക്കിൾ കസ്റ്റമേഴ്സിനും അക്സസറീസ് മേഖലയിലുള്ള തന്റെ സംരംഭ വ്യാപാരിയും കൂടെ ശക്തിപ്പെടുത്തി. ശിവഗുരു സ്റ്റേജിൽ ക്ഷണിച്ചു കൊടുക്കും. കപ്പലാണുള്ളത് അവര് ഈ சின்ன ஒரு சீடா போடுறேன் நீங்க ஆலோசிங்க கல்யாணமான அப்படி நடத்தணும்னா ஆலோசி உங்களுக்கு ஒரு மாசம் நடத்தலாம் வேண்டாம் வித்யார் அசோசியேஷன் அவங்க காலம் ஃப்ரீயாக எல்லாம் இருக்காங்க செலவெல்லாம் செய்யணும்னு சொல்றாங்க எல்லா அசோசியேஷனும் இதுக்கு ஒரு முயற்சி செஞ்சு வரணும்னால கொண்டு வந்தா ஏற்கையாளர்களுக்கு அவங்களுக்கு ஒரு யாத்திரை செலவு தரலாம். அதை சொன்ன மாதிரி ஏசி சேர்க்க நியாயமாയിട്ടുള്ള യാത്രകളും ஏற்கையாளருக்கு செய்யலாம் நினைக்கிறேன். ஏற்கையாளர் டீம் நான் கேட்கல, என்னோட சொந்த அபிப்பிராயத்தில் சொல்றேன். ஏற்கையாளர் டீமை சமைக்க நினைக்கிறேன் நல்ல யாரு அப்படின்னால கவர்மெண்ட் இந்தியா அசோசியேஷன் செலவு நானும் பண்ணிருக்காங்க. விதைக்கிற முளைக்கலாம் பார்ப்போம். தெய்வானது വുമൺ എന്റർപ്രൈനർ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഹേമ ഒരു സംഭവമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഒന്നൊന്നര സംഭവമാണ്. അതായത് ഞങ്ങൾ റെഡിയാർ അസോസിയേഷന്റെ നമുക്കറിയാം എഡിറ്റിംഗിന്റെ പ്രസിഡന്റാണ് ബാക്ക്ബോൺ. അതൊക്കെ അതിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം നമ്മൾ അതിന്റെ ആ ഒരു കഴിവ് എങ്ങനെ കണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാവരെയും വ്യക്തിപരമായിട്ട് എല്ലാവരെയും മാനേജ് ചെയ്യാൻ ഭയങ്കര കഴിവുണ്ട്. ഓരോരുത്തരെയും പേഴ്സണാലിറ്റി വിളിച്ച് സംസാരിക്കുന്നതിനായിട്ട് ഓരോ വ്യക്തികളെയും അവരെ ഉൾക്കൊള്ളാനും അവരെ എങ്ങനെ സംസാരിക്കണം, ആരുമായിട്ട് എങ്ങനെ സംസാരിക്കണം, ഏത് ലെവലിൽ സംസാരിക്കണം എന്നൊക്കെ വളരെ നയപരമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഹേമയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. നമ്മുടെ സുബ്രഹ്മണ്യ വിദ്യാർത്ഥിയും വിജയകുമാരിയും മകളാണ് ഹേമ സ്വന്തം ഹേമാശിവരുമായ ഒരു സന്തുഷ്ട കുടുംബമാണ്. ഹേമയുടെ കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വ്യാപാരത്തിൽ ടെക്സ്റ്റൈൽസിൽ ഓൺലൈൻ വ്യാപാരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയമായിട്ട് ഇപ്പോൾ തന്നെ കുറച്ച് വർഷമായിട്ട് സ്നാക്സിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച മാതിരി റെഡിയാർ അസോസിയേഷന്റെ ദീപാവലി സ്വീറ്റ്സ് കൊടുക്കുന്നതിന് നമ്മളത് ഇൻക്രീസ് ചെയ്തു. അത് കുറേയൊക്കെ റീച്ചായിട്ടുണ്ട്. നല്ല ഓർഡറുകളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദീപാവലി നമ്മുടെ പ്രസിഡന്റ് വാങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോഴത് എക്സ്പോർട്ട് ലെവലിലൊക്കെ ആയി കഴിഞ്ഞു. ഞാൻ തന്നെ ഏകദേശം ഒരു മാസം മുമ്പ് ദുബായിലേക്ക് 10 കിലോയോളം വാങ്ങിച്ചായി ചെയ്തു. ஒவ்வொரு அசோசியேஷனும் ஃபண்டு ரொம்ப குறவு. ஃபண்டு இல்லை. இப்போ சண்டை போட்டு தான் சப்ஸ்கிரிப்ஷனே நான் வாங்கிட்டு அது மாதிரி போட்டு சப்சிடி கொடுக்குறாங்க. சீட்டு சேர்ந்தாலும் பார்க்கணும். நமக்கு தெரிஞ்ச கலை தான். அதுக்கு இப்போ நம்ம ஊரில் கோயிலில் பெருசாக செய்யறதுனால எல்லாருமே ஒரே பாக்கெட்டுன்னு எடுத்து வந்து മലയാളത്തിൽ
வாழ்க வளமுடன். வாழ்க வளமுடன். ஆர்எஸ்ங்கிற ரிட்டையர் பண்ணால் சரி. இப்போ இந்த பேஜில் கொஞ்சம் பேர் வர முடியல. சாதாரண நிற்பாங்க ஆள் கேரளா கிடையாது. കേരളത്തിൽ ഗസ്റ്റ് വന്നിരിക്കാங்க. അയൽവക്കത്തുള്ള മറ്റൊരു ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരെ വിളിക്കുന്നത് തന്നെ പുതിയ ഭാരവാഹികൾ എന്ന് പറയുന്ന ആളുകളാണ്. 20 വയസ്സിലെ കുട്ടികൾ ഇപ്പോൾ പോയിട്ട് കമ്പ്യൂട്ടറെ കുറിച്ച് ചോദിച്ചാൽ നമ്മളെക്കാൾ അറിവുകളും അതിനെക്കുറിച്ചുള്ള സാങ്കേതികതയും പറയാൻ കഴിവുള്ള വരും തലമുറയാണ്. അപ്പോൾ നമുക്കും അതിന്റെ മാറ്റം എവിടെയാണ് വരുന്നത്? സീനിയറായിട്ടുള്ള മെമ്പേഴ്സിനാണോ, മാതാപിതാക്കൾക്കാണോ, അതോ വരുന്ന തലമുറയ്ക്കാണോ? ഇത് മൂന്നും കൂടെ ചിന്തിച്ചാൽ പല കാര്യങ്ങളും വിവരിക്കാൻ പറ്റും. ഒരു 50 കൊല്ലത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസത്തിന്റെ ചേഞ്ച് ഒരു 10 കൊല്ലത്തിന് മുമ്പ് നടത്തിയെങ്കിൽ ഒരു 40 കൊല്ലത്തെ വ്യത്യാസം കഴിഞ്ഞിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് സാധിച്ചത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, പെരിയാക്കന്മാരുടെ കമ്മ്യൂണിറ്റിയിൽ ഇത് വളരണമെങ്കിൽ ഓരോരുത്തരും വിചാരിക്കണം. അതെങ്ങനെ വിചാരിക്കണം? മനസ്സറിഞ്ഞ് വിചാരിക്കണം. നമ്മുടെ പൂർവികന്മാരെല്ലാം ചെയ്ത ജോലികൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹാർഷായിട്ട് ഉള്ള ജോലികൾ എടുത്തിട്ടുള്ളവരാണ്. അപ്പം നമ്മുടെ തലമുറയും അതേപോലെ മാറുകൾ വരുമ്പോൾ എല്ലാ ജനറേഷനിലുള്ളവർക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും കൂടെ സഹകരിച്ച് ഒരു വിളക്ക് കത്തിച്ചു. അതിനകത്ത് 7 തിരിയായിട്ടില്ല. ആ 7 തിരി എന്തിനാണുള്ളത്? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മധ്യവയസ്സുള്ള ഒരു സ്ത്രീക്ക് പറയാൻ പറ്റും? പറഞ്ഞു പറയും. പണി കാണാനില്ല. നമുക്ക് ആദ്യം ചെയർമാൻ പറഞ്ഞതിന്റെ ആൻസറിൽ നിന്ന് വരികയാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് എന്തിനാണെന്ന് കൂടെ അറിയാത്ത രീതിയിലുള്ള നമ്മുടെ പ്രായക്കാർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വേണം എന്നുള്ളത് നടക്കും. ചെയ്യുന്ന ജോലി എന്തിനാണ്? ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളും നമ്മുടെ വരുന്ന തലമുറയും മനസ്സിലാക്കണം. തമിഴ് നോക്കുന്ന അവർക്കറിയാം, പട്ടിമന്ത്രമാണ്. ഇന്ന് ഞായറാഴ്ച തോറും തമിഴ് ടിവിയില് പട്ടിമന്ത്രം കല്യാണമായിട്ട് പട്ടിമന്ത്രം നടത്തുന്നു. ഇവിടെയും എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം അത് നടത്തിയതാണ്. റിലയൻസ് അല്ല, ചങ്ങനാശ്ശേരി വെച്ചിട്ട് ഒരു കല്യാണം അതിന്റെ ഓർമ്മ ശരിയായിരുന്നു. കർണാടകത്തിൽ ഓർമ്മയുണ്ട്. നമ്മുടെ റിട്ടയർമെന്റ് ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ആരും വന്നിട്ടില്ല. എല്ലാവരും ഒരു കല്യാണം നടത്തുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് പാടുന്ന അറിയത്തില്ല. അപ്പോൾ കല്യാണങ്ങളെ കേരളത്തിൽ നടത്താൻ ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. എത്ര പേര് പ്രേരിപ്പിക്കുന്ന അറിയത്തില്ല. അതിലെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പട്ടിമന്ത്രമാണ്. ആ പട്ടിമന്ത്രം പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് കൊടുക്കും. 4-8 പേര്. ഒരാൾ അതിന് അനുകൂലിച്ചു, മറ്റേ വ്യക്തി അതിന് പ്രതികൂലിച്ചു പറയും. ഇതിന്റെ സമയത്ത് അതിന്റെ മെയിൻ ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിവാദമായി നമ്മുടെ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പട്ടിമണ്ഡലം നടത്തി അറിയാവുന്നതിനെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ എല്ലാ ജനറേഷനുള്ള കുട്ടികളോ പ്രായക്കാരോ ഉണ്ടെങ്കിൽ അത് ഇച്ചിരിയെങ്കിലും പ്രയോജനപ്പെട്ടാൽ നമുക്ക് ഫ്യൂച്ചറിൽ നന്നാക്കാൻ പറ്റും. ഈ 7 തിരിയുടെ കാര്യം ഇവർ പറഞ്ഞില്ല. ആരും പറയുന്നില്ല. 7 തിരി എന്ന് പറയുന്നത് 7 ലോകത്തിന് തുല്യമാണ്. ഈ 14 ലോകം എന്ന് പറയുന്നത് പോലെ ഇത് ജീവിച്ചിരിക്കുന്ന 7 ലോകത്തിലെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കത്തിക്കുന്നൊരു ചടങ്ങാണ്. ഇത് ഇതുപോലെയുള്ള മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെടുക്കുന്നത് 2 തിരിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ പണ്ടിക്കൊള്ളുന്നത് 1 തിരിയാണ്. കേരളത്തിലെ പുരാണങ്ങൾ പഠിച്ച പലരും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് പൂജ ചെയ്യുമ്പോൾ 2 തിരിയുടെ പ്രയോജനം എന്താണ്, കാരണം എന്താണ് പറഞ്ഞു കൊടുക്കും. ഇത് അറിയാത്ത കാലങ്ങളിൽ ഞാൻ വളരെ ചെറുപ്പത്തിലിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ അമ്മ 2
പിടിച്ചിട്ട് ആ പെണ്ണ് സൈഡിലോട്ട് ഇട്ട് തരും. ആ സ്വാമി ചോദിച്ചാൽ പറയും പെണ്ണിന് കത്തിച്ചത് വേണം. പക്ഷെ കത്തിക്കേറ്റം പറയുന്നത് ഒന്ന് കിഴക്കോട്ടൊന്നും പറഞ്ഞാൽ ഒന്ന് സൂര്യനും ചന്ദ്രനും വേണ്ടിയാണ്. 5 തിരികെ കത്തി, അത് പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടി. അത് വീട്ടിനകത്ത് കെടുക്കാറില്ല, വീട്ടിന് പുറത്താണ്. എന്ന് പറഞ്ഞാൽ 7 ദൈവത്തിന്റെ ഒരു കണക്കുണ്ട്. ഇവിടെ ഈ ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ്? 7 ലോകത്തിലുള്ള ആൾക്കാരെ സന്തോഷമായിട്ട് സുഖമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതല്ലാണ്ട് ഇതിനൊരു ഈശ്വര ചൈതന്യം ഉണ്ടെന്നും ഈശ്വരൻ നേരിട്ടൊന്നും നമുക്കെല്ലാം അനുഗ്രഹിക്കുമെന്ന് അത് വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്നെക്കാളും പ്രായമുള്ളവരും അറിവുള്ളവരും പുരാണങ്ങൾ അറിയുന്നവരുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലോ എന്നുള്ള കുറിച്ച് നാം നല്ലതല്ല, അതിന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ്? അതിന്റെ വിശാലം കൂടി നമുക്ക് പറയാം. ഞാൻ പഠിച്ച NSS കോളേജില്ല, മലയാളത്തിന്റെ നല്ല വാക്കുകൾ പഠിച്ചത് അവിടുന്നാണ്. ഇത് നമ്മുടെ കൂട്ടത്തിൽ മലയാളം അറിയാവുന്നവരുണ്ട്. മേയനാമം എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഉണ്ടോ? അമേയനാമം എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഉള്ള കൈകൊടുക്കണം. അപ്പോൾ നമുക്ക് ആർക്കും മലയാളത്തിൽ മേയനാമം അറിയില്ല, അമേയനാമം എന്താണെന്ന് അറിയില്ല. മേയനാമം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, എണ്ണാൻ പറ്റുന്നത്. ഒരു മൈക്ക്, 5-6 കസേര. അപ്പൊ കസേര നമുക്ക് മേയനാമം, കാണാനും എണ്ണാനും പറ്റുന്നതാണ് മേയനാമം. അപ്പോൾ അമേയനാമം എന്താണ്? നമുക്ക് കാണാൻ പറ്റാത്തത്. നമുക്ക് കാണാൻ പറ്റുന്നതോ അളക്കാൻ പറ്റാത്തതോ? അടുത്ത ജന്മം. അടുത്ത ജന്മം. നമുക്ക് കാണാൻ പറ്റാത്തത് എന്തുവാ? അടുത്ത ജന്മം. അളക്കാൻ പറ്റാത്തത് എന്തുവാ? ഒന്നുമല്ല. സ്നേഹം, അനുഭൂതി, ധർമ്മത്തിനുള്ള വിശ്വാസം. ബൈബിളിൽ പറയുന്നുണ്ട്, നീ നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ അയൽക്കാരനെ നാം നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളെ ആരും അടിച്ചാൽ നമുക്ക് ഇഷ്ടമല്ല, നമ്മളെ ആരെങ്കിലും പണ്ടുപോലെ നമുക്ക് ഇഷ്ടമല്ല, ചീത്ത പറഞ്ഞാൽ ഇഷ്ടമല്ല. അതേപോലെയാണ് നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നത്. അതായത് നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അത് മാത്രമേ അവർക്ക് കൊടുക്കാവൂ. എന്തൊക്കെ ഇഷ്ടമില്ലയോ അതൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പുരാണങ്ങൾ പറയുന്ന പലരും മനസ്സിലാക്കാൻ വേണ്ടി നിഘണ്ടുവായിട്ടും ലഘുലേഖനമായിട്ടും എത്രയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാമോ? ഇല്ലെങ്കിൽ അത് പഠിക്കാനുള്ള, പറയാനുള്ളതും മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കുക. ഈ അവസരം കൊടുക്കുന്നതുകൊണ്ട് എന്താവുന്നു? നേരത്തെ ഞാൻ പറഞ്ഞ അമേയങ്ങൾ, അമേയനാമങ്ങൾ അത് ഒന്നിപ്പിച്ച്, അത് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ച ബ്രഹ്മാവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു തലച്ചോറ് കൊടുത്ത് അതിന് ഭംഗിയായി പോയിട്ട് അതിനുള്ള രക്തക്കൊഴലുകൾ, അതിനുള്ള മൈക്രോൺ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കണ്ടുപിടിക്കുന്നത് നമ്മൾ തന്നെ ഇതെല്ലാം സഹകരിച്ചാൽ നമുക്ക് ഈ എല്ലാ വസ്തുക്കളും കിട്ടും. ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു കഷ്ടപ്പാടും തോന്നും. പ്രാർത്ഥന വരാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലെ ദൈവം കൊണ്ടുവരുന്ന പോലെ വർഷങ്ങൾ എടുക്കാം. ഇത് ഇന്ന് തുടങ്ങിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കഴിവ് നമ്മളിൽ തന്നെ വരും തലമുറയ്ക്ക് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. ചേർമാൻ പറയുമ്പോൾ ഒരു യൂട്യൂബിൽ കണ്ട കാര്യം പറഞ്ഞു. ശരിയാണ്, പിള്ളേർ വളർന്നവരും നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വരാണ്ടിരിക്കാൻ വേണ്ടി 5 വയസ്സിൽ ചില കുട്ടികൾ പറയും വീട്ടുകാരോട്, എൻ്റെ അച്ഛൻ ക്രിക്കനാണ്. അത് 10 വയസ്സ് യൂട്യൂബിൽ കാലത്തിലാണ്ട പറഞ്ഞ സെൻറ്റൻസാണ്.
രണ്ടാമത് തോന്നിയത് 40 വർഷം 40 വർഷം കഴിഞ്ഞില്ല. അമ്മമാരെ പെൺകുട്ടികളെ വഴക്കുറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നീ അമ്മ അപ്പുറം തിരിയുന്നു വലിയ ദിവസം വിട്ടുതന്നെയായിട്ടാണ് അമ്മ അപ്പുറം. അത് നമ്മുടെ അമ്മമാരെ നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ നമ്മളെ അവരെ മക്കൾക്കും പറയുന്ന ഒരു കാര്യമാണ്. കാര്യം ജീവിതാനുഭവം എന്നുള്ളത് അനുഭവിച്ചറിയാനാണ് പറയുന്നത്. നേരെ മറിച്ച് ഇത് അറിഞ്ഞ് മനസ്സിലാക്കി ഇപ്പോഴത്തെ തലമുറ കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ